ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻമാപ്പിനെ കുറിച്ചാണ്. നമ്മൾ എൻമാപ്പ് ഡീഫോൾട്ട് സ്കാന്, പലതരം സ്കാനിങ്ങുകൾ, ഒരു ടാർഗറ്റിൻ്റെ OS എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പല വീഡിയോകളായി കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ എൻമാപ്പിൻ്റെ സ്കാൻ ഉപയോഗിച്ച് ഓപ്പൺ പോർട്ടലിൽ റണ്ണാവുന്ന സർവീസിൻ്റെ എല്ലാം വേർഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് എന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ സ്കാനുകളെല്ലാം ചെയ്തപ്പോൾ നമുക്ക് 3 കോളം കിട്ടിയായിരുന്നു: പോർട്ട്, സ്റ്റേറ്റ്, സർവീസ്. ഇന്ന് നമ്മൾ ആ റണ്ണാവുന്ന സർവീസിൻ്റെ എല്ലാം വേർഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിനുവേണ്ടി നിങ്ങളുടെ മെറ്റസ്പ്ലോയിറ്റ് റണ്ണിങ് ആണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ കമാൻഡാണ് കൊടുക്കേണ്ടത്: sudo nmap ഹൈഫൻ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സർവീസ് വേർഷനാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി സെറ്റ് ചെയ്യേണ്ടതാണ് SV. സർവീസ് വേർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് -SV യൂസ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ മെറ്റസ്പ്ലോയിറ്റുകളുടെ IP അഡ്രസ് 1.18 കൊടുക്കാം. ഇത് സർവീസ് വേർഷൻ ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം അധികം എടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, 47% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ കാണാം നമുക്ക് ഈ പ്രാവശ്യത്തെ ഔട്ട്പുട്ട് എന്താണെന്ന്. നമ്മൾ കഴിഞ്ഞ പല സ്കാനുകൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ 3 കോളം മാത്രമായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ വേർഷൻ ഡിറ്റക്ഷൻ കൂടി എനേബിൾ ചെയ്തപ്പോൾ നമുക്ക് പുതുതായി ഒരു കോളം കൂടെ കിട്ടി. അതാണ് വേർഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതെന്താണ് കിട്ടിയത് നോക്കാം. ഈ റണ്ണാവുന്ന സർവീസിൻ്റെ എല്ലാം തന്നെ അത് ഏത് വേർഷൻ ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാ ഇപ്പോൾ 21 TCPയിൽ റണ്ണാവുന്നത് സർവീസ് FTP ആണ്. അതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് VSFTPD സർവീസിൻ്റെ 2.3.4. കറക്റ്റ് എക്സാക്റ്റ് വേർഷൻ കൂടെ എൻമാപ്പ് കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വേർഷൻ സ്കാൻ എന്ന് പറയുന്നത്. ഇതാ നമുക്ക് പല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ പോർട്ടിൽ ഉണ്ടാകുന്ന സർവീസിൻ്റെ എല്ലാം തന്നെ വേർഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാ HTTP ഒക്കെ നമ്മുടെ വെബ് സെർവറാണിത്. അപ്പാച്ചി HTTPD 2.2.8. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത് കിട്ടിയിട്ട് എന്താണ് ഉപയോഗം എന്ന്. ഇത് കിട്ടിയിട്ട് എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വേർഷൻ, അതിപ്പോൾ ഈ വെബ് സെർവർ എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമുക്കിത് അതുപോലെ കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ കൊണ്ടുപോയിട്ടിട്ട് vulnerability സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ് സെർവറിൻ്റെ ഈ വേർഷനിൽ എന്തെങ്കിലും vulnerability ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അപ്പാച്ചി HTTPD 2.2.8 ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് vulnerability സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വേർഷനിൽ എന്തെങ്കിലും ടൈപ്പ് സെക്യൂരിറ്റി vulnerability ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് അവരുടെ വെബ് സെർവറിലേക്ക്, അതായത് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ സെർവറിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഈ vulnerability ഒക്കെ പാച്ച് ചെയ്തിട്ടുണ്ടാവും. പാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അകത്ത് കയറാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേർഷൻ, ഇപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ഓൾഡ് വേർഷൻ ആയിരിക്കും. നമ്മുടെ മെഷീൻ വൾണറബിൾ വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓൾഡ് വേർഷൻ ആയിരിക്കും. vulnerability അവൈലബിൾ ആയിരിക്കും. ചിലതിലെല്ലാം ഒരു റിയൽ ടൈമിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ വേർഷൻ എല്ലാം തന്നെ അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വേർഷൻ ഡിറ്റക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേർഷൻ ഡിറ്റക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഈ വേർഷൻ ഡിറ്റക്ഷൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും 139 TCP റണ്ണാവുന്ന സാമ്പ ആണ് SMBD. ഇതിൻ്റെ വേർഷൻ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കറക്റ്റായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നിരിക്കുന്നത് നമുക്ക് ഔട്ട്പുട്ട് തന്നിരിക്കുന്നത് 3.x മുതൽ 4.x വരെ ഉള്ള ഏതെങ്കിലും ഒരു വേർഷൻ ആവാമെന്നാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു കമാൻഡ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ വേർഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മുമ്പ് കൊടുത്ത അതേ കമാൻഡാണ് കൊടുക്കേണ്ടത്. പക്ഷേ വേറൊരു കാര്യം കൂടി അത് ഇൻക്ലൂഡ് ചെയ്യണം. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത കമാൻഡ് sudo nmap -SV സർവീസ് വേർഷൻ ഡിറ്റക്ഷന് വേണ്ടി. പിന്നെ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് -version -intensity സ്പേസ് നമ്മുടെ IP അഡ്രസ് 192.168.1.18. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത കമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. sudo കൊടുത്തു, nmap, ശേഷം SV നമ്മുടെ സർവീസ് വേർഷൻ ഡിറ്റക്ഷൻ സ്കാനാണ് ചെയ്യുന്നത്, അത് കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ വേർഷൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഫ്ലാഗ് കൂടെ സെറ്റ് ചെയ്തു. ഇങ്ങനെയുള്ളതിനെല്ലാം പറയുന്നത് ഫ്ലാഗ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാഗ് കൂടെ സെറ്റ് ചെയ്തു, -version -intensity. എന്നിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ
ഈ ഇൻറ്റൻസിറ്റിക്ക് ഓരോ നമ്പറിംഗ് ഉണ്ട്. അതായത് 1 to 10 നമ്പർ ചെയ്യാൻ പറ്റും. 10 എന്ന് പറയുന്നത് വളരെ ഹൈ ഇൻറ്റൻസിറ്റി സ്കാനാണ്. 1 എന്ന് പറയുന്നത് ലോ ഇൻറ്റൻസിറ്റി സ്കാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 7 ആണ്. 7 എന്ന് പറയുന്നത് ഡീഫോൾട്ട് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ നമുക്കത് കൂട്ടണമെങ്കിൽ ഇവിടെ വരിക, ഇൻറ്റൻസിറ്റിക്ക് ശേഷം നമുക്ക് നമ്പർ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ എനിക്ക് 9 ആണ് കൊടുക്കുന്നതെങ്കിൽ 9 എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഇൻറ്റൻസിറ്റി സ്കാനിങ് ആണ്. ഇങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട്സ് കിട്ടും. ഇപ്പോൾ ഈ കേസിൽ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ റിസൾട്ടിൽ വലിയ മാറ്റമൊന്നും വരില്ല. കാരണം അതിൻ്റെ വേർഷൻ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ റിസൾട്ട് മാറ്റം വരില്ല. പക്ഷേ റിയൽ ടൈമിൽ നമുക്ക് ഈ സ്കാൻ വളരെ ഹെൽപ്ഫുൾ ആവും. നിങ്ങളൊരു ജോബിന് കയറിയിരിക്കുകയാണെങ്കിൽ മാത്രം. അല്ലാതെ വേറൊരു ടാർഗറ്റിലും നിങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ സ്കാൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് വളരെ ഒത്തിരി റിക്വസ്റ്റ് പോകുന്ന ഒരു സ്കാനുകളാണ്. അപ്പോൾ അവരുടെ ടാർഗറ്റിന് തന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ ടൈമിൽ അവരുടെ അനുവാദമില്ലാതെ ഈ സ്കാനൊന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ മെറ്റസ്പ്ലോയിറ്റബിൾ മാത്രം ചെയ്ത് പഠിക്കുകയതല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വേർഷൻ ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് നമ്മൾ മുമ്പ് ചെയ്ത അതേ ഔട്ട്പുട്ട് ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മെറ്റസ്പ്ലോയിറ്റബിൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. ഇനി നമുക്ക് വേറൊരു സ്കാൻ നോക്കാം. അതാണ് അഗ്രസീവ് സ്കാൻ. അഗ്രസീവ് സ്കാൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ സ്കാനാണ്. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ കണ്ടത് എന്തായിരുന്നു? OS ഡിറ്റക്ഷന്, അതേപോലെ തന്നെ വേർഷൻ ഡിറ്റക്ഷന്. ഇന്നത്തെ വീഡിയോ കണ്ടത് വേർഷൻ ഡിറ്റക്ഷന്, കഴിഞ്ഞ വീഡിയോ നമ്മൾ OS ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അല്ലേ? അപ്പോൾ ഈ അഗ്രസീവ് സ്കാൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 2 കാര്യവും ഒരേ സ്കാനിൽ ചെയ്യാൻ സാധിക്കും. അതായത് OS ഡിറ്റക്ഷനും വേർഷൻ ഡിറ്റക്ഷനും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതാണ് സ്ക്രിപ്റ്റ് സ്കാൻ. അത് നമ്മൾ എന്താണെന്ന് വരുന്ന വീഡിയോകളിൽ കാണും. സ്ക്രിപ്റ്റ് സ്കാനും ഈ അഗ്രസീവ് സ്കാൻ വഴി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ്? 3 കാര്യങ്ങളാണ്. OS ഡിറ്റക്ഷന്, സർവീസിൻ്റെ വേർഷൻ ഡിറ്റക്ഷന്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്കാന്. ഈ 3 കാര്യവും ഒരേ ഒരു കമാൻഡ് വഴി ചെയ്യാനും നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതാണ് sudo nmap -a ഫോർ അഗ്രസീവ് സ്കാൻ. ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് ഫോർ അഗ്രസീവ് സ്കാൻ ആണ്. ഇതിന് 3 പവർ ഉണ്ട്. OS ഡിറ്റക്ഷന്, വേർഷൻ ഡിറ്റക്ഷന്, അതേപോലെ സ്ക്രിപ്റ്റ് സ്കാന്. ശേഷം നമ്മുടെ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ 8 ഇത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പല കാര്യങ്ങളും, പല ഡീറ്റെയിൽസും, നമുക്ക് ഇതുവരെ കിട്ടാത്ത പല ഡീറ്റെയിൽസും നമുക്ക് എന്യൂമറേറ്റ് ചെയ്ത് കിട്ടും. അത്രയ്ക്ക് പവർഫുൾ സ്കാനാണിത്. അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതും നിങ്ങൾ റിയൽ ടൈമിൽ ഒരു ടാർഗറ്റിലും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഇത് വളരെ പവർഫുൾ സ്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സമയമെടുക്കുന്ന ഒരു സ്കാനാണിത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. നമുക്കിത് ഇതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എങ്ങനെ നമുക്ക് നമ്മുടെ സർവീസിൻ്റെ വേർഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അഗ്രസീവ് സ്കാൻ എന്താണെന്ന് നമ്മൾ നോക്കി. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാം തന്നെ ഈ അഗ്രസീവ് സ്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ Nmapനെ കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഓൾസോ നമ്മുടെ ഫെറ്റ്ലയുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഓൾസോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ആവശ്യങ്ങളോ അതോ എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ വഴി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Nmapനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പോൾ താങ്ക് യു, ബൈ.